പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് അനന്തപുരിയിൽ നിന്ന് അനന്തപത്മനാഭന്റെ നാട്ടിൽ നിന്ന് എന്താണ് അയോധ്യയിൽ സമ്മാനമായി നൽകുക? ഓണവില്ലിനപ്പുറം എന്താണുള്ളത്? കേരളത്തിൽ നിന്ന് രാമക്ഷേത്രത്തിലേക്ക് ഓണവില്ല് സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് ഉപഹാരമായി ഓണവില്ല് സമർപ്പിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 5:30 ക്ഷേത്രത്തിലെ കിഴക്കേ നടയിൽ ചടങ്ങ് നടക്കും. ക്ഷേത്രം തന്ത്രി തരണനല്ലൂർ സതീശൻ നമ്പൂതിരിപ്പാട്, ഭരണസമിതി അംഗങ്ങളായ ഔട്ടം തിരുനാൾ ആദിത്യവർമ്മ, തുളസി ഭാസ്കരൻ, എക്സിക്യൂട്ടീവ് ഓഫീസർ ബി മഹേഷ് എന്നിവർ ശ്രീരാമതീർത്ഥം ക്ഷേത്ര ട്രസ്റ്റിന്റെ കേരളത്തിലെ ചുമതലയുള്ളവർക്ക് ഓണവില്ല് കൈമാറും. ഓണവില്ല് പിന്നീട് ആയിരങ്ങളുടെ നാമജപത്തോടെ നഗരപ്രദക്ഷിണത്തിന് ശേഷം എറണാകുളം പാവക്കുളം ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകും. 21-ന് ഓണവില്ല് വിമാനമാർഗം അയോധ്യയിലെത്തിക്കും. രാവിലെ മുതൽ ഓണവില്ല് കാണാനുള്ള അവസരവും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുണ്ട്. ശ്രീ പത്മനാഭസ്വാമിക്ക് തിരുവോണ നാളിൽ ഓണവില്ല് സമർപ്പിക്കലാണ് തിരുവിതാംകൂറിലെ ഓണത്തോടനുബന്ധിച്ച ഒരു ചടങ്ങ്. നാട് കാണാനെത്തുന്ന മഹാബലിക്ക് മഹാവിഷ്ണുവിന്റെ അവതാരങ്ങൾ വരച്ചു കാട്ടുന്നതാണ് ഓണവില്ല്. ഈ ആചാരത്തിന് 2 നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. കരമനയിൽ വാണിയംമൂലം മുത്താശ്ശേരി കുടുംബത്തിൽ അവകാശമാണ് ഓണവില്ല് തയ്യാറാക്കൽ. മഹാവിഷ്ണുവിന്റെ സൗമ്യഭാവമുള്ള അവതാര കഥകൾ ചിത്രീകരിക്കുന്ന ഓണവില്ല് പഞ്ചവർണ്ണങ്ങളിലാണ് തയ്യാറാക്കുന്നത്. മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുന്ന സമയത്ത് മഹാവിഷ്ണുവിന്റെ വിശ്വരൂപം കാണണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. അതേ തുടർന്ന് മാവേലിക്ക് വിശ്വരൂപം ദർശിക്കാനാവുന്നു. അതിനോടൊപ്പം കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന അവതാരങ്ങളും അതുമായി ഉണ്ടാകുന്ന ഉപകഥകളും കാണണം എന്ന ആഗ്രഹവും മാവേലി ആവശ്യപ്പെടുന്നു. ആ സമയം വിശ്വകർമ്മദേവനെ പ്രത്യക്ഷപ്പെടുത്തുകയും വിശ്വകർമ്മദേവന്റെ ആൾക്കാരെ കൊണ്ട് കാലാകാലങ്ങളിൽ അവതാരങ്ങൾ ചിത്രങ്ങളായി വരച്ച് ഭഗവത് സന്നിധിയിൽ വരുന്ന മഹാബലിക്ക് കാണിച്ചു കൊടുക്കാം എന്ന വാഗ്ദാനവും നൽകുന്നു. അങ്ങനെ നടക്കുന്ന ഒരു ചടങ്ങാണ് പത്മനാഭസ്വാമിക്ക് ഓണവില്ല് സമർപ്പണം എന്നാണ് ഐതിഹ്യം. കേരളത്തിന്റെ ഭൂപട മാതൃകയെ അനുസ്മരിപ്പിക്കുന്ന വില്ല് തയ്യാറാക്കുന്നത് കടമ്പ് വൃക്ഷത്തിന്റെ തടിയിലാണ്. 4.5 അടി, 4 അടി, 3.5 അടി അളവുകളിൽ പലകകൾ അറുത്താണ് വില്ല് പണിയുന്നത്. ചുവന്ന ചരടും തുഞ്ചലവും കെട്ടിയ വില്ല് ക്ഷേത്രത്തിൽ നിന്നും വാങ്ങി വീടുകളിൽ സൂക്ഷിച്ചാൽ ഐശ്വര്യം കൂടും എന്ന വിശ്വാസവും ഉണ്ട്. പച്ച, മഞ്ഞ, ചുവപ്പ്, കറുപ്പ്, വെളുപ്പ് നിറങ്ങളിൽ അനന്തശയനം, ലക്ഷ്മി, താടക, കാവൽഭൂതങ്ങൾ, മഹർഷി തുടങ്ങിയ ചിത്രങ്ങൾ ഇതിൽ വരയ്ക്കും. ഇത്തരം 8 വില്ലുകളാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകളിൽ ചാർത്തുന്നത്. മിഥുനമാസ അവസാനത്തിൽ നല്ല ദിവസവും സമയവും നോക്കിയാണ് വില്ല് നിർമ്മാണം തുടങ്ങുക. നിർമ്മാണത്തിന് 41 ദിവസത്തെ വ്രതം വേണം. വില്ലുകൾ തിരുവോണ ദിനത്തിലാണ് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്നത്. ഓണവില്ലുകളിൽ 2 എണ്ണം പത്മനാഭസ്വാമിയുടെ ഉദരഭാഗത്തെ വിഗ്രഹത്തിന്റെ ഇരുവശങ്ങളിലായാണ് ചാർത്തുക. 6 വില്ലുകൾ നരസിംഹം, ശ്രീരാമമൂർത്തി, ശ്രീകൃഷ്ണൻ എന്നീ വിഗ്രഹങ്ങളിലും ചാർത്തുന്നു. തിരുവോണം, അവിട്ടം, ചതയം ദിവസങ്ങളിലെ ക്ഷേത്ര പൂജകൾക്ക് ശേഷം വില്ലുകൾ അടുത്ത ദിവസം കൊട്ടാരത്തിലെ പൂജാമുറിയിലേക്ക് കൊണ്ടുപോകും. ഈ ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനത്തിന് എത്തുന്നവർക്ക് ഓണവില്ലുകൾ കാണാം. പത്മനാഭപുരം കൊട്ടാരത്തിൽ ഓണവില്ലുകളുടെ ശേഖരം നേരിട്ട് കാണാനുള്ള അവസരവുമുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.